Good evening, students. Last class we discussed about the functional anatomy and the process of synthesis of thyroid hormones. And we have discussed the steps involved in the synthesis of thyroid hormone, respectively iodide trapping oxidation, organification, coupling, then release of hormones. Then lastly we discussed about the formation of T3 and T4. That is, in thyroid cells, the iodized iodine is associated with the thyroid peroxidase enzyme that causes the process to occur within seconds or minutes. Therefore, almost as rapidly as thyroglobulin is released from Golgi apparatus or as it is secreted through the apical cell membrane into the follicle, iodine binds with about 1/6 of the tyrosine amino acids within the thyroglobulin molecule. Just last class ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ ദ തൈറോസിൻ ഇസ് ഫസ്റ്റ് അയോഡൈസ്ഡ് ടു മോണോ അയോഡോ തൈറോസിൻ ദെൻ ടു ഡൈ അയോഡോ തൈറോസിൻ. അത് ആ കപ്ലിങ്ങിന് വേണ്ടി കപ്ലിങ്ങിൻ്റെ സ്റ്റെപ്പാണ്. ദെൻ മോർ ആൻഡ് മോർ ഓഫ് ദ അയോഡോ തൈറോസിൻ റെസിഡ്യൂസ് ബിക്കം കപ്പിൾഡ് വിത്ത് വൺ മെത്തഡ്. The major hormonal product of coupling reaction is the molecule of thyroxine. Thyroxine is T4, which is formed when two molecules of tyrosine are joined together. The last class then the thyroxine then remains a part of thyroglobulin molecule. So the stored thyroxine formed will be stored in thyroglobulin molecule. Or one molecule of monoiodotyrosine couples with one molecule of diiodotyrosine to form triiodotyrosine. Again, small amount of reverse T3 are formed by coupling of diiodotyrosine with monoiodotyrosine, but reverse T3 does not appear to be functional significance in human. ഇതതിൻ്റെ ആ ഒരു ഇതാണ്. അത് ഡയഗ്രാം നിങ്ങൾ വരച്ച് തന്നെ പഠിക്കണം. ഇതിൻ്റെ സിന്തസിസ് ഓഫ് തൈറോയ്ഡ് ഹോർമോൺ ചോദിച്ചാൽ ഇങ്ങനെ ഡയഗ്രാം വരച്ചിട്ട് അത് മാർക്ക് ചെയ്ത് വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതതിൻ്റെ സ്ട്രക്ചറാണ്. ഇതാണ് തൈറോസിൻ. അതിനകത്ത് പെറോക്സിഡേസിൻ്റെ ആക്ഷനാണ്. ഇപ്പോൾ തൈറോക്സിൻ അയോഡിനായിട്ട് കമ്പൈൻ ചെയ്യുന്നതാണ്. ഈ റെഡ് ലെറ്ററാണ് അയോഡിൻ. അപ്പോൾ മോണോ അയോഡോ തൈറോസിൻ 2 അയോഡിൻ ചേരും. 2 അയോഡിൻ ആകുമ്പോഴത്തേനും അതിൻ്റെ സ്ട്രക്ചർ മാറുന്നുണ്ട്. അപ്പോൾ ഇത് 2 അയോഡിൻ ചേരുമ്പോൾ ഇത് മോണോ അയോഡോ തൈറോക്സിൻ, ഡൈ അയോഡോ തൈറോസിൻ, ദെൻ 3 എണ്ണം വരുമ്പോൾ ഇതാണ് ട്രൈ അയോഡോ തൈറോസിൻ. ട്രൈ അയോഡോ തൈറോണിൻ എന്നാണ് കേട്ടോ. ഡൈ അയോഡോ തൈറോസിനാണ് ട്രൈ അയോഡോ തൈറോണിൻ T3. ഇത് നമുക്ക് തൈറോക്സിനാണ് വരുന്നത്. 4 മോളിക്യൂൾസ് വരുന്നതാണ്. 4 മോളിക്യൂൾസ് വരുന്നത് എന്ത് വരും? തൈറോക്സിൻ. അപ്പോൾ നമ്മൾ നോക്കാം. ഇതിൻ്റെ സ്ട്രക്ചർ വരച്ച് പഠിക്കാം. തൈറോസിൻ ആദ്യം വരുന്നത് തൈറോസിൻ, പിന്നെ മോണോ അയോഡോ തൈറോസിൻ, പിന്നെ ഡൈ അയോഡോ തൈറോസിൻ, പിന്നെ ട്രൈ അയോഡോ തൈറോണിൻ T3, പിന്നെ ട്രൈ അയോഡോ തൈറോണിൻ, പിന്നെന്താണ് റിവേഴ്സ് T3. അത് പൊസിഷൻ ചേഞ്ച് ചെയ്ത് വരുന്നതുകൊണ്ടാണ് റിവേഴ്സ് T3 വരുന്നത്. പിന്നെ തൈറോക്സിൻ, അത് 4 അയോഡിൻ മോളിക്യൂൾസ് വരും. അതാണ് തൈറോക്സിൻ. ഈ കെമിസ്ട്രി ഇമ്പോർട്ടൻ്റ് ആണ്, വരച്ച് പഠിക്കണം. Structure. Next is storage of thyroglobulin. The thyroid gland is unusual among the endocrine gland in its ability to store large amount of hormones. സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒരു തൈറോയ്ഡ് ഗ്ലാൻഡ് സ്പെഷ്യാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഒരാളിൽ ഡെഫിഷ്യൻസി സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ അതിനകത്ത് ഡെഫിഷ്യൻസിൻ്റെ സിംറ്റംസ് ഉണ്ടാവില്ല. കാരണം അതിനകത്ത് ഒരു 2-3 മാസത്തേക്കുള്ള സ്റ്റോറേജ് അയാളുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ അയാൾക്ക് ഡെഫിഷ്യൻസി മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ എല്ലാവിധ സ്റ്റോർസും എക്സോസ്റ്റ് ചെയ്തതിന് ശേഷം അയാൾക്ക് സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. In this form, thyroid hormones are stored in the follicle in an amount of sufficient to supply the body with its normal requirement of thyroid hormone for 2 to 3 months. Next is release of thyroxine and triiodothyronine from the thyroid gland.
most of the thyroglobulin is not released into the circulating blood. Instead, thyroxine and triiodothyronine are cleaved from the thyroglobulin molecule. Then these free hormones are released. അതിനകത്ത് മൊത്തം കൊടുക്കുന്നില്ല. എന്താ ചെയ്യുന്നത്, അതിനകത്ത് മൊത്തമായിട്ട് അതിൻ്റെ തൈറോഗ്ലോബുലിനെ മൊത്തമായിട്ട് സർക്കുലേഷനിൽ കൊടുക്കാതെ ആ പർട്ടിക്കുലർ പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം സർക്കുലേഷനിൽ കൊടുക്കുകയാണ്. അതായതൊക്കെയാണ് ഏത് പോർഷനാണ് കട്ട് ചെയ്യുന്നത്, T3ൻ്റെയും T4ൻ്റെയും പോർഷൻ മാത്രം ക്ലീവ്ഡ് ഫ്രം ദ തൈറോഗ്ലോബുലിൻ മോളിക്യൂൾ. ദെൻ ദീസ് ഫ്രീ ഹോർമോൺസ് ആർ റിലീസ്ഡ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ തൈറോഗ്ലോബുലിൻ മോളിക്യൂൾസ് നമുക്ക് റീസൈക്കിൾ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. Then the apical surface of the thyroid cell sends out pseudopod extension that close around the small portion of the colloid to form pinocytic vesicle that enter the apex of the thyroid cell. Then the lysosomes in the cell cytoplasm immediately fuses with this vesicle to form digestive vesicle containing digestive enzyme from the lysosome mixed with the colloid. ഇതിനകത്ത് നിന്ന് എങ്ങനെയാണ് ക്ലീവ് ചെയ്തെടുക്കുന്നത്, ഇതിനകത്ത് നമ്മൾ നമ്മൾ WBCയിലൊക്കെ പഠിച്ച പോലെ സ്യൂഡോപോഡ്സിൻ്റെ എക്സ്റ്റൻഷൻ പോലെ ഈ പോർഷൻ ഇതിനെ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, സെല്ലിന് അത് പുറത്തേക്ക് കളയുന്നത്, അതിന് ഡൈജസ്റ്റ് ചെയ്തെടുക്കുന്നത് ആ ക്ലീവേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എൻസൈംസ് ആണ്. The multiple protease among the enzymes digest the thyroglobulin molecule and release the thyroxine and triiodothyronine in free form, which then diffuses through the bases of the thyroid cell to the surrounding capillaries. The hormone finally delivered to and used by the tissue is mainly triiodothyronine. ചില ആക്റ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ T3 ആണ്. എ ടോട്ടൽ ഓഫ് എബൌട്ട് 35 മൈക്രോഗ്രാം ഓഫ് T3 പെർ ഡേ ആണ് ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ. എ ടോട്ടൽ ഓഫ് എബൌട്ട് 35 മൈക്രോഗ്രാം, ഇമ്പോർട്ടൻ്റ് ആണ് വാല്യൂ, 35 മൈക്രോഗ്രാം ഓഫ് ട്രൈഐഡോതൈറോണിൻ പെർ ഡേ ആണ് ഡെലിവർ ചെയ്യുന്നതെല്ലാം തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ദ തൈറോക്സിൻ ആൻഡ് ട്രൈഐഡോതൈറോണിൻ ആർ ബൗണ്ട് ടു ദ പ്ലാസ്മ. ഇത് റിലീസ് ചെയ്ത ഉടനെ തന്നെ എന്ത് ചെയ്യും, അതിന് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ഉണ്ട്, മെയിൻലി പ്ലാസ്മ പ്രോട്ടീൻ. ദേ കമ്പൈൻ മെയിൻലി വിത്ത് ദ തൈറോക്സിൻ ബൈൻഡിങ് ഗ്ലോബുലിൻ. തൈറോക്സിൻ ബൈൻഡിങ് ഗ്ലോബുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്രീറ്റ് ചെയ്തതിന് ശേഷമാണ്. സെക്രീഷൻ മുമ്പേ അത് സ്റ്റോർ ചെയ്ത ഫോമാണ് തൈറോഗ്ലോബുലിൻ. രണ്ടും കൂടി കൺഫ്യൂഷൻ ഉണ്ടാവരുത്. സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റോറേജ് ഫോമാണ് തൈറോഗ്ലോബുലിൻ. വൺസ് അതിനെ സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് സർക്കുലേഷനിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മീഡിയ ആണ് എന്താണ്, അതാണ് തൈറോക്സിൻ ബൈൻഡിങ് ഗ്ലോബുലിൻ. ആൻഡ് മച്ച് ലെസ് സോ വിത്ത് ദ തൈറോക്സിൻ ബൈൻഡിങ് പ്രീ ആൽബുമിൻ ആൻഡ് ആൽബുമിൻ. തൈറോയിഡ് ബൈൻഡിങ് ഗ്ലോബുലിനും ആൽബുമിനും പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ആൽബുമിൻ്റെത് പ്ലാസ്മ പ്രോട്ടീൻ്റെ ഓസ്മോട്ടിക് പ്രഷറൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എങ്കിൽ ഗ്ലോബുലിൻ ഇമ്മ്യൂണിറ്റിയിലും പിന്നെ ട്രാൻസ്പോർട്ട് ഫംഗ്ഷനാണ്. അതിന് മെയിനായിട്ട് ഗ്ലോബുലിൻസ് ആണ് ട്രാൻസ്പോർട്ടായിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസ്. തൈറോയ്ഡ് ഹോർമോൺസ് ഹാവ് ലോ ഓൺസെറ്റ് ആൻഡ് ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. അതായത് ഈ നമ്മളിപ്പോൾ നോർ അഡ്രിനാലിനൊന്നും പോലെ പെട്ടെന്നുള്ളൊരു ആക്ഷൻ നമുക്ക് തൈറോയിഡിലില്ല. തൈറോയിഡിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ ആണ്. ഇറ്റ്സ് ഹാവ് സ്ലോ ഓൺസെറ്റ് ആൻഡ് ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. പക്ഷേ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ആയിരിക്കും. സ്ലോ ഓൺസെറ്റ് ആൻഡ് ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ, നമ്മൾ മെഡിക്കൽ ചില ഡ്രഗ്സിനൊക്കെ പറയുന്ന പോലെ. Once the activity does begin, it increases progressively and reaches a maximum in 10 to 12 days. Thereafter, it decreases with a half-life of about 15 days. 15 days ആണ് ഹാഫ് ലൈഫ് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ പറയുന്ന ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് കൂടുതലായിട്ടുള്ള ഹാഫ് ലൈഫ് ഉള്ളത് T4-നാണ്. കുറഞ്ഞ ഹാഫ് ലൈഫ് ഈവൻ അവേഴ്സ് മാത്രമേ ചിലപ്പോൾ T3-ക്ക് ഉണ്ടാവുന്നുള്ളൂ. Some of the activity persists for as long as 6 weeks to 2 months. The action of T3 occur about 4 times as rapidly as those of thyroxine, with latent period as short as to 6 to 12 hours and maximal cellular activity occurring within 3 to 4 days. അങ്ങനെയാണ് T3 പറഞ്ഞിരിക്കുന്നത്. T3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 4 times potent than of T4. Then the physiological function of thyroid. തൈറോയിഡ് നമ്മൾ മെറ്റബോളിക് ഹോർമോണാണ്. നമ്മുടെ ബോഡിയിൽ പല മെറ്റബോളിസത്തിലും ആക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ തൈറോയിഡിൻ്റെ ആക്ഷൻ. അപ്പോൾ ഇനി മെയിൻ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ ഓഫ് തൈറോയിഡ് എന്തൊക്കെയാണ്, തൈറോയിഡിൻ്റെ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ ഇങ്ങനെ തന്നെ ചോദിക്കാം. സിന്തസിസ് അലോങ് വിത്ത് ദെയർ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ. നിങ്ങളെ സംബന്ധിച്ച് അപ്ലൈഡിനേക്കാളും ഇമ്പോർട്ടൻ്റ് എൻ്റെ ഫിസിയോളജിയാണ്. ഫിസിയോളജി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചിരിക്കണം. ഓരോ ഹോർമോണിൻ്റെയും ഫിസിയോളജിക്കൽ ആക്ഷൻ. അപ്പോൾ എസ്പെഷ്യലി മെറ്റബോളിസം ആകുമ്പോൾ ചിലപ്പോൾ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിൽ എന്താണ് ആക്ഷൻ, ഫാറ്റ് മെറ്റബോളിസത്തിൽ എന്താണ് ആക്ഷൻ, ബോൺസിൽ, അങ്ങനെ നമ്മൾ ഗ്രോത്ത് ഹോർമോൺ പഠിച്ച പോലെ തന്നെ ഇവിടെയും പഠിക്കണം. ദെൻ തൈറോയിഡ് ഹോർമോൺസ് ഇൻക്രീസസ് ദ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് ജീൻസ്. കാരണം എന്താണ്, തൈറോയ്ഡ് ഹോർമോൺസിന് പല മെറ്റബോളിസം ഉണ്ട്. അപ്പോൾ മെറ്റബോളിസം നടത്തണമെങ്കിൽ പല എൻസൈംസും പ്രോട്ടീൻസും വേണം. അപ്പോൾ ഒത്തിരി സിന്തസൈസ് ചെയ്യണം. അപ്പോൾ ഒത്തിരി പ്രോട്ടീൻ സിന്തസിസിനൊക്കെ ജീൻസിനകത്ത് കൂടുതൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കണം. അതാണ് അതിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫംഗ്ഷൻ. Therefore, in virtually all cells of the body, great number of protein, enzymes, structural protein, transport protein, and other substances are synthesized.
ദ നെറ്റ് റിസൾട്ട് ഈസ് ജനറലൈസ്ഡ് ഇൻക്രീസ് ഇൻ ഫങ്ഷണൽ ആക്ടിവിറ്റി ത്രൂ ഔട്ട് ദ ബോഡി. അതുകൊണ്ടാണ് ഈ ജീൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. നെക്സ്റ്റ്, തൈറോയ്ഡ് ഹോർമോൺ ആക്ടിവിറ്റി ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ്. ഇതെല്ലാം തന്നെ ആ സിന്തസിസ്, പ്രോട്ടീൻ സിന്തസിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. തൈറോയ്ഡ് ഹോർമോൺസ് ആക്ടിവേറ്റ് ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ്. The thyroid hormone receptors are either attached to DNA genetic strand or located in proximity to them. After binding with thyroid hormone, the receptors become activated and initiate the transcription process. Large number of different type of messenger RNAs are then formed and followed within another few minutes or hours by RNA translation, transcription, the gene transcription, and it is followed by RNA translation on the cytoplasmic ribosomes to form hundreds of new intracellular proteins. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ന്യൂ പ്രോട്ടീൻസ്. ന്യൂ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറൽ പ്രോട്ടീൻ ആവാം, ഫങ്ഷണൽ പ്രോട്ടീൻസ് ആവാം, എൻസൈംസ് ആവാം, അങ്ങനെ പലതും ആവാം. ദെൻ തൈറോയ്ഡ് ഹോർമോൺസ് ഇൻക്രീസസ് ദ സെല്ലുലാർ മെറ്റബോളിക് ആക്ടിവിറ്റി. നമ്മൾ BMR കൂട്ടുക എന്നുള്ളതാണ് നമുക്ക് +2 പഠിച്ചിട്ടുണ്ട് തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ. ഇത് തന്നെയാണ് ഇവിടെ. ചില തൈറോയ്ഡ് ഹോർമോൺ ഇൻക്രീസസ് ദ സെല്ലുലാർ മെറ്റബോളിക് ആക്ടിവിറ്റി. മെറ്റബോളിക് ആക്ടിവിറ്റി കൂടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എൻസൈംസിനെല്ലാം തന്നെ എൻസൈംസും പ്രോട്ടീൻസും ഒക്കെ യൂസ് ചെയ്യുന്നത്. ദ ബേസൽ മെറ്റബോളിക് റേറ്റ് ക്യാൻ ഇൻക്രീസ് ടു 60 to 100% above normal when a large quantities of hormones are secreted. The rate of utilization of food for energy is greatly accelerated. The rate of protein catabolism is also increased and growth rate of young people is greatly accelerated. The mental processes are excited and the activities of most of the other endocrine glands are increased. അതായത് മെറ്റബോളിക് BMR കൂട്ടും, ബേസിക് മെറ്റബോളിക് റേറ്റ് ആണ് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡിലുള്ള കൺസപ്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കൊരു ഹൈപ്പർ തൈറോയിഡ്സ് ആണ് ഒരു പേഷ്യൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ എങ്ങനെ ഇരിക്കും, തടിച്ചിരിക്കുമോ മെലിഞ്ഞിരിക്കും. അപ്പോൾ അയാളുടെ എന്താണ് ബോഡി ഇങ്ങനെ മെറ്റബോളിസം, അത് പ്രോട്ടീൻ കാറ്റബോളിസം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാളുടെ പ്രോട്ടീൻസും സ്റ്റോറേജ് എല്ലാം യൂസ് ചെയ്ത് ഒരു ഹൈപ്പർ തൈറോയിഡാണ് പേഷ്യൻ്റ് വെച്ചാൽ മെലിഞ്ഞിട്ടായിരിക്കും. ഇൻ കേസ് അയാൾക്ക് അതിന് പകരം അയാൾ ഹൈപ്പോ തൈറോയിഡ് ആണെങ്കിൽ ഹി വിൽ ബി ലുക്കിംഗ് എൻ ഒബീസ് പേഴ്സൺ. കാരണം അയാളുടെ പ്രോട്ടീൻ കാറ്റബോളിസം ഒന്നും നടക്കുന്നില്ല, സ്റ്റോറേജ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ ഫാറ്റിൻ്റെ ഡെപ്പോസിഷനൊക്കെ നടക്കും. അപ്പോൾ ഹൈപ്പോ ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒബേസിറ്റി ആയിരിക്കും. ഹൈപ്പർ ആയിക്കഴിഞ്ഞാൽ ലീനായിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റി നെർവസ് സിസ്റ്റത്തിലൊക്കെ ആക്ഷൻ. അതുകൊണ്ട് തന്നെ ഈ ഹൈപ്പർ തൈറോയിഡ്സ് ആയിട്ടുള്ള ആൾക്കാർ വളരെ ഷോർട്ട് ടെമ്പേർഡും ഉള്ള നെർവസ്, ആങ്സൈറ്റി, അങ്ങനത്തെ കുറേ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് വരെ ഈ ഹൈപ്പർ തൈറോയിഡിസം വരെ കൊണ്ട് നടക്കും. അങ്ങനെ അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ഹൈപ്പോ തൈറോയിഡ്സിൽ കാണാം. ഹൈപ്പോ തൈറോയിഡ്സ് ഉള്ള ആൾ എപ്പോഴും ഒരു സ്ലീപ്പി, സ്ലഗിഷ് ആയിട്ടുള്ള ആളായിരിക്കും, ഒരു വീക്കായിട്ടുള്ള. കാരണം അയാൾക്ക് ന്യൂറോണൽ എക്സൈറ്റ്മെൻ്റ് ഒക്കെ കുറവായിരിക്കും, ഒരു ഉറക്കം തൂങ്ങിയ ആൾക്കാരായിരിക്കും ഹൈപ്പോ ആകുമ്പോൾ. ഹൈപ്പർ ആകുമ്പോൾ ഓവർ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആങ്സൈറ്റി, ന്യൂറോസിസ് അങ്ങനത്തെ സിംറ്റംസ് അവരിൽ കാണാം. തൈറോയ്ഡ് ഹോർമോൺ ഇൻക്രീസസ് ദ നമ്പർ ആൻഡ് ആക്ടിവിറ്റി ഓഫ് മൈറ്റോകോൺട്രിയ. പറഞ്ഞു, മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പവർ ബാങ്ക് ആണ്. അപ്പോൾ ആ ഒരു പവർ സ്റ്റോർ യൂസ് ചെയ്തിട്ട് വേണം ഓരോന്നും ചെയ്യാൻ. അപ്പോൾ നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയാസ് ഇൻക്രീസ് ചെയ്യും. One of the principal functions of thyroxine might be simply to increase the number and activity of mitochondria, which in turn increase the rate of formation of ATP to energize cellular function. Then thyroid hormone increases the active transport of ions through the cell membrane. ഈ ATPase ആണല്ലോ പല സ്ഥലത്തും നമുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് മെയിനായിട്ട് വരുന്നത് സോഡിയം, പൊട്ടാസ്യം, ATPase. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ ജീൻ ട്രാൻസ്ക്രിപ്ഷൻ, RNA ട്രാൻസ്ലേഷൻ, പിന്നെ നമുക്ക് വരുന്നത് മൈറ്റോകോൺട്രിയയുടെ നമ്പേഴ്സ്, പിന്നെ മെറ്റബോളിക് റേറ്റ് കൂട്ടുക, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ്, ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്. നെക്സ്റ്റ്, എഫക്റ്റ് ഓഫ് തൈറോയ്ഡ് ഹോർമോൺ ആണ് ഗ്രോത്ത് ഹോർമോണിൻ്റെ കൂടെ തന്നെ ആക്ട് ചെയ്യുന്നതാണ് തൈറോക്സിൻ. അപ്പം നമുക്ക് ഇൻട്രാ യൂട്രൈൻ ലൈഫിൽ ഗ്രോത്തിന് സഹായിക്കുന്നത് തൈറോക്സിനാണ്. പക്ഷേ ആഫ്റ്റർ ബർത്ത് നമുക്ക് സഹായിക്കുന്നത് കൂടുതലായിട്ടും ഗ്രോത്ത് ഹോർമോൺ ആണ്. പക്ഷേ പ്യൂബർട്ടി എന്ന് പറഞ്ഞൊരു ഏജ് നമ്മൾ ഒത്തിരി ഗ്രോ ചെയ്യുന്ന ആ സമയത്ത് കൂടുതൽ ഈ കുട്ടികളിൽ എന്തുണ്ടാവും, തൈറോക്സിൻ എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഉണ്ടാകുന്ന ഗോയിറ്ററിന് നമ്മൾ എന്ത് പറയും, അതൊരു ഫിസിയോളജിക്കലായിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ്, അതൊരു ഡിസീസായിട്ട് നമ്മൾ കണക്കാക്കാറില്ല. ആ പ്യൂബർട്ടി ഏജിൽ ഈ തൈറോയ്ഡ് കുറച്ച് സ്വെല്ലിങ്, എസ്പെഷ്യലി ഗേൾസിലാണത് കാണുന്നത്. തൈറോയ്ഡ് ഹോർമോൺ ഈസ് എസെൻഷ്യൽ ഫോർ ദ മെറ്റാമോർഫിക് ചേഞ്ച് ഓഫ് ടാഡ്പോൾ ഇൻ ടു ഫ്രോഗ്. An important effect of thyroid hormone is to promote the growth and development of the brain during fetal life and for the first few years of postnatal life. അപ്പോൾ നമ്മുടെ ഫീറ്റൽ ലൈഫിൽ ഗ്രോത്തിനെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് തൈറോക്സിനാണ്. അതുപോലെ തന്നെ ഇൻസുലിനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഗ്രോത്ത് ഹോർമോൺ പറഞ്ഞു ഇൻസുലിനിലേക്ക് ഗ്രോത്ത് ഫാക്ടർ, സൊമാറ്റോമെഡിൻ C. If the fetus does not secrete sufficient quantity of thyroid hormone, growth and maturation of brain both before birth and afterwards are greatly retarded and the brain remains smaller than normal. അതാണ് ക്രെറ്റിനിസം. അപ്പം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. ക്രെറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹൈപ്പോ തൈറോയിഡിസം വരുന്ന ഒരു കണ്ടീഷനാണ്. അതേപോലെ തന്നെ ഷോർട്ട് സ്റ്റാച്ചർ വരുന്ന, ഗ്രോത്ത് ഹോർമോൺ കുറഞ്ഞ് വരുന്ന കണ്ടീഷനാണ് എന്ത്,
ഡ്വാർഫിസം. അപ്പോൾ ഒരു ക്രെട്ടിനെയും ഒരു ഡാർഫിനെയും നമുക്ക് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം? ഡ്വാർഫിനെ സംബന്ധിച്ച് അയാൾക്ക് ഇൻ്റലക്ച്വൽ ഫാക്കൽറ്റീസിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അയാൾക്ക് പിന്നെ അയാളുടെ ഒരു ഇഡിയോട്ടിക്കൊന്നും ആയിരിക്കില്ല, അപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. പക്ഷേ ക്രെട്ടിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അയാൾക്ക് നെർവസ് സിസ്റ്റം ഒന്നും മര്യാദയ്ക്ക് ഡെവലപ്പ് ആയിരിക്കില്ല. അയാളൊരു മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. Without specific thyroid therapy, within days or weeks afterward, the child without a thyroid gland will remain mentally deficient throughout the life. അത് നമ്മൾ ജനിച്ച ഉടനെ തന്നെ തൈറോക്സിൻ ലെവൽ നോക്കണം. അത് കുറവാണെങ്കിൽ തൈറോക്സിൻ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ടൈമിലേക്ക് ആ കുട്ടീനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളുടെ ഒരു ഇഗ്നോറൻസ് വന്നു കഴിഞ്ഞാൽ ആ കൊച്ചു വളരുന്നത് ഒരു മെൻ്റലി റിട്ടാർഡഡ് ചൈൽഡായിട്ടായിരിക്കും. അത് ഡൗൺ സിൻഡ്രോം ഒക്കെ പോലത്തെ ഒരു സ്റ്റേജിലേക്ക് ഈ കുട്ടി പോകും. അതായത് ഒരു മാനസികമായിട്ട് വളർച്ചയില്ലാത്തൊരു കുട്ടിയായിരിക്കും. The effect of thyroid hormone on specific body function. First one, carbohydrate metabolism. Rapid glucose uptake by cells, enhanced glucolysis, enhanced gluconeogenesis, and increased rate of absorption from gastrointestinal tract, and even increased insulin secretion with its resultant secondary effect on carbohydrate metabolism. നമ്മൾ ഇതിൽ പഠിച്ച പോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാകുന്നത്? എൻഹാൻസ്ഡ് ഗ്ലൂക്കോലൈസിസ്, എൻഹാൻസ്ഡ് ഗ്ലൂക്കോനിയോജൻസ്, ഒരു ഡയബറ്റിക് ആയിട്ടുള്ളൊരു പിക്ചർ കാണിക്കും. ഇൻക്രീസ്ഡ് ഇൻസുലിൻ സെക്രീഷൻ വിത്ത് ഇറ്റ്സ് റിസൾട്ടൻറ്റ് സെക്കൻഡറി എഫക്ട്സ് ഓൺ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. ഈ സ്റ്റിമുലേഷൻ അതേപോലെ തന്നെ ഫാറ്റിലും പഠിക്കുന്നു. ഫാറ്റ് മെറ്റബോളിസം, ലിപ്പിഡ്സ് ആർ മെറ്റബോളൈസ്ഡ് റാപ്പിഡ്ലി ഫ്രം ദ ഫാറ്റ് ടിഷ്യൂ വിച്ച് ഡിക്രീസസ് ദ ഫാറ്റ് സ്റ്റോർസ് ഓഫ് ദ ബോഡി. ഈ ഫാറ്റ് സ്റ്റോർസ് ഡിപ്ലീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഹൈപ്പോതൈറോയ്ഡ് ആയുള്ള ആൾക്കാർ മെലിഞ്ഞിരിക്കുന്നത്. ഇൻക്രീസ് ദ ഫാറ്റി ആസിഡ് കോൺസെൻട്രേഷൻ ഇൻ ദ പ്ലാസ്മ ആൻഡ് ഗ്രേറ്റ്ലി ആക്സിലറേറ്റ് ദ ഓക്സിഡേഷൻ ഓഫ് ഫ്രീ ഫാറ്റി ആസിഡ് ബൈ ദ സെൽസ്. അത് കൊളസ്ട്രോൾ മെറ്റബോളിസത്തിലും വരുന്നുണ്ട്, ലിപ്പിഡ്സിലും. എഫക്റ്റ് ഓൺ പ്ലാസ്മ ആൻഡ് ലിവർ ഫാറ്റ്സ്. Increased thyroid hormone decreases the concentration of cholesterol, phospholipids and triglycerides in plasma, even though it decreases the free fatty acids. ഫ്രീ ഫാറ്റി ആസിഡ്സിനെ ഡിക്രീസ് ചെയ്യുകയും, പക്ഷെ അത് എന്താണ്, ഇൻക്രീസസ് ദ തൈറോയ്ഡ് ഹോർമോൺ ഡിക്രീസസ് ദ കോൺസെൻട്രേഷൻ ഓഫ് കൊളസ്ട്രോൾ. അതായത് ഒരു ഹൈപ്പർ തൈറോയിഡ്സ് ഉള്ള അയാളുടെ കൊളസ്ട്രോൾസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അയാൾക്ക് കൊളസ്ട്രോൾ ലെവൽ കുറവായിരിക്കും. പക്ഷേ അയാളുടെ ഫ്രീ ഫാറ്റി ആസിഡ്സ് ലെവൽ കൂടുതലായിരിക്കും. അപ്പോൾ ഹൈപ്പർ ആവുന്ന സമയത്ത് ഫ്രീ ഫാറ്റി ആസിഡ്സ് കൂടുകയും കൊളസ്ട്രോൾ ലെവൽ കുറയുകയും ചെയ്യും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്സ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡ്സ് ആണെങ്കിൽ അയാളിൽ കൊളസ്ട്രോൾ ലെവൽ കൂടുതലായി. അപ്പോൾ ഒരാൾ നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ അയാൾക്ക് കൊളസ്ട്രോൾ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ അയാൾക്കൊരു തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അയാൾ ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിൽ അയാൾക്ക് എന്തായിരിക്കും പിക്ചർ ഉണ്ടാവുക, ലിപ്പിഡ് പ്രൊഫൈൽ അയാൾ കാണിക്കുന്നത് അയാൾക്ക് ഹൈപ്പോ തൈറോയിഡിസം ആയിരിക്കും. കാരണം അയാൾ കൊളസ്ട്രോൾ എക്സസ് ആയിട്ട് കാണുന്നുണ്ട്. Conversely, decreased thyroid secretion greatly increases plasma concentration of cholesterol, phospholipids and triglyceride, and always causes excessive deposition of fat in the liver. അതുകൊണ്ട് തന്നെ ഹൈപ്പോ തൈറോയിഡ്സ് ആൾ തടിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും, ഫാറ്റ് ഡെപ്പോസിഷനിലായിരിക്കും. പക്ഷേ ഹൈപ്പർ ആൾക്കാരിൽ ഫാറ്റ് സ്റ്റോർസ് ഡിപ്ലീഷനാണ്, അതുകൊണ്ട് തന്നെ മെലിഞ്ഞിരിക്കും. The extreme amounts of hormones are required to cause high basal metabolic rates, then decreased body weight. A greatly increased amount of thyroid hormone almost always decreases the body weight, and greatly decreased amount of thyroid hormone almost always increases the body weight. തടിച്ചിട്ടുള്ള ആളായിരിക്കും ഇത് ഹൈപ്പർ ആകുമ്പോൾ മെലിഞ്ഞിട്ടുള്ള ആളായിരിക്കും. ദെൻ ഇൻക്രീസസ് ബ്ലഡ് ഫ്ലോ ആൻഡ് കാർഡിയക് ഔട്ട്. നമ്മൾ കാർഡിയക് ഔട്ട്പുട്ട് പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, തൈറോക്സിൻ, അഡ്രിനാലിനൊക്കെ പോലെ തന്നെ നോറഡ്രിനാലിൻ്റെയൊക്കെ ആക്ഷൻ നമ്മൾ കാർഡിയക് ഔട്ട്പുട്ട് കൂടുന്നതിൽ എൻഡോക്രൈൻ്റെ ആക്ഷൻസ്. അപ്പോൾ അതുപോലെ എന്താണ്, ഇൻക്രീസ്ഡ് മെറ്റബോളിസം ഇൻ ദ ടിഷ്യൂസ് കോസസ് മോർ റാപ്പിഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഓക്സിജൻ ദാൻ നോർമൽ ആൻഡ് റിലീസ് ഓഫ് ഗ്രേറ്റർ ദാൻ നോർമൽ ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റബോളിക് എൻഡ് പ്രൊഡക്ട്സ് ഫ്രം ദ ടിഷ്യൂസ്. This effect causes vasodilatation in the most body tissues, thus increasing the blood flow. അപ്പോൾ തൈറോയ്ഡ് കൂടുന്ന സമയത്ത് കാർഡിയക് ഔട്ട്പുട്ട് കൂടും. കാർഡിയക് ഔട്ട്പുട്ട് ഇതേപോലെ കൂടുന്നൊരു കണ്ടീഷനാണ് അനീമിയ. അപ്പോൾ തൈറോയ്ഡ് ഉണ്ടാകുന്ന സമയത്ത് മെറ്റബോളിക് റേറ്റ് കൂടുകയാണ്, എല്ലാ മെറ്റബോളിസം കൂടുകയാണ്. അപ്പോൾ ഒത്തിരി മെറ്റബോളിസം നടക്കും. അപ്പോൾ അതിനകത്ത് കുറേ എൻഡ് പ്രൊഡക്ട്സ് ബോഡിയിൽ ഉണ്ടാവും, ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഈ മെറ്റബോളിക് എൻഡ് പ്രൊഡക്ട്സ് ഉണ്ടാകുമ്പോഴാണ് വാസോഡൈലറ്റേഷൻ നടക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, വാസോഡൈലറ്റേഷൻ ഇൻ മോസ്റ്റ് ഓഫ് ടിഷ്യൂ, ദെൻ ഇൻക്രീസിങ് ദ ബ്ലഡ് ഫ്ലോ. നെക്സ്റ്റ് നമുക്ക് കാർഡിയക് ഔട്ട്പുട്ടൊക്കെ കൂടുമ്പോൾ തന്നെ എന്തായിരിക്കും, അയാളുടെ ഹാർട്ട് റേറ്റും കൂടുതലായിരിക്കും. ദ ഹാർട്ട് റേറ്റ് ഇൻക്രീസസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് തൈറോയ്ഡ് ഹോർമോൺ ദാൻ വുഡ് ബി എക്സ്പെക്റ്റഡ് ഫ്രം ദ ഇൻക്രീസ് ഇൻ കാർഡിയക് ഔട്ട്പുട്ട്. This effect is especially important because the heart rate is one of the sensitive physical signs that physician
physician uses in determining whether a patient has excessive or diminished thyroid hormone production. അപ്പോൾ നമ്മൾ കൊളസ്ട്രോൾ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം തൈറോയിഡിൻ്റെ ഇത് നോക്കാൻ. അതേപോലെ തന്നെ ഒരു പേഷ്യൻറ്റിന് ടെസ്റ്റ് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലിനിക്കൽ സൈനാണ് എന്ത് അയാളുടെ ഹാർട്ട് റേറ്റ്. അപ്പോൾ ഒത്തിരി മെലിഞ്ഞിരിക്കുന്ന ഒരാളാണ്, അയാളുടെ ഹാർട്ട് റേറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണുന്ന അപ്പിയറൻസ് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്ക് നമുക്ക് എന്തായാലും ഒരു തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് അയാളോട് ചെയ്യാൻ പറയാം. അപ്പോൾ ഒരു ഹാർട്ട് റേറ്റ് ഈസ് വൺ ഓഫ് ദ വിച്ച് ഈസ് ദ സെൻസിറ്റീവ് ഫിസിക്കൽ സൈൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ എ ക്ലിനീഷ്യൻ ടു ഫൈൻഡ് ഔട്ട് ഹൈപ്പർ തൈറോയിഡിസം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആൻസർ നിങ്ങൾക്ക് എന്ത് പറയാം, അയാളുടെ ഹാർട്ട് റേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഹാർട്ട് സ്ട്രെങ്ത്, ഇത് കാർഡിയക് ഔട്ട്പുട്ട് കൂടുമ്പോൾ വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഒക്കെ ഉണ്ടാവും. The increased enzymatic activity caused by the increased thyroid hormone production apparently increases the strength of the heart when only a slight excess of thyroid hormone is increased. This effect is analogous to the increase in heart strength and occur in mild fevers and during exercise. അത് കൂടുന്നതിനനുസരിച്ച് എന്തായിരിക്കും, അതിനനുസരിച്ച് ഹാർട്ടിൻ്റെ സ്ട്രെങ്ത്തും. പക്ഷേ ഇതൊക്കെ ഒരു ലെവലുള്ളത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീക്ക് ആവുകയാണ് ചെയ്യുക. പിന്നെ അത് അയാളിൽ അരിത്മിയ പോലത്തെ കണ്ടീഷൻ വരും. അരിത്മിയ അതായത് ഹാർട്ട് ബീറ്റ്സ് ഇറഗുലർ ആവുന്ന കണ്ടീഷൻ. ആ ഒരു ചെറിയൊരു ഇതിൽ മാത്രം അയാൾക്ക് നല്ല ഹൈപ്പ് കിട്ടും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും അതായത് ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടീഷൻ വേഴ്സ് ആവും, അരിത്മിയ കാർഡിയാക് ഫെയിലിയർ വരെ സംഭവിക്കും. Indeed, some severely thyrotoxic patients die of cardiac decompensation secondary to the myocardial failure and increased cardiac load imposed by the increase in cardiac output. ഇനി നമുക്ക് ആർട്ടീരിയൽ പ്രഷർ എന്താണ്. ദ മീൻ ആർട്ടീരിയൽ പ്രഷർ യൂഷ്വലി റിമെയിൻസ് അബൌട്ട് നോർമൽ ആഫ്റ്റർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് തൈറോയ്ഡ് ഹോർമോൺ. ഇനി ബി പി കൂടി വരികയല്ല ചെയ്യുന്നത്. ബി പിയിലുള്ള റോൾ എന്താണ്, ദ മീൻ ആർട്ടീരിയൽ പ്രഷർ യൂഷ്വലി റിമെയിൻസ് അബൌട്ട് നോർമൽ ആഫ്റ്റർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് തൈറോയ്ഡ് ഹോർമോൺ. ബിക്കോസ് ഓഫ് ഇൻക്രീസ് ഓഫ് ബ്ലഡ് ഫ്ലോ ത്രൂ ദ ടിഷ്യൂസ് ബിറ്റ്വീൻ ഹാർട്ട് ബീറ്റ്സ്, ദ പൾസ് പ്രഷർ ഈസ് ഓഫൺ ഇൻക്രീസ്ഡ് with the systolic pressure elevated 10 to 15 millimeters mercury in hyperthyroidism and diastolic pressure reduced a corresponding amount. അപ്പോൾ മീൻ ആർട്ടീരിയൽ പ്രഷർ എന്ന് പറയുന്നത് റിമെയിൻസ് നോർമലാണ്. അപ്പോൾ ബി പി കൂടുന്നത് എഴുതി വെക്കരുത്, ഹാർട്ട് റേറ്റ് ആണ് കൂടുന്നത്, പക്ഷേ ബി പി കൂടുന്നില്ല. ബി പി റിമെയിൻസ്, അതിനകത്ത് പറയുന്നത് ബി പിയുടെ ഏത് ഇതാണെന്ന് വെച്ചാൽ സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും അല്ല പറയുന്നത്, മീൻ ആർട്ടീരിയൽ പ്രഷറാണ്, വിച്ച് ഓൾവേസ് റിമെയിൻ നോർമൽ. ഇനി റെസ്പിറേഷൻ. അപ്പോൾ ഹാർട്ട് ബീറ്റ് കൂടുന്നത് അതുപോലെ നമുക്ക് അറിയാതെ തന്നെ റെസ്പിറേഷൻ കൂടും. ഇൻക്രീസ് റേറ്റ് ഓഫ് മെറ്റബോളിസം ഇൻക്രീസസ് ദ യൂട്ടിലൈസേഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് ഫോർമേഷൻ ഓഫ് carbon dioxide, and these effects activate all the mechanism that increases the rate and depth of respiration. കാർബൺ ഡൈ ഓക്സൈഡിനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റെസ്പിറേഷൻ പഠിപ്പിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. കൺട്രോൾ ഓഫ് റെസ്പിറേഷനകത്ത് ന്യൂറോണൽ റെഗുലേഷനകത്ത് കെമിക്കൽ റെഗുലേഷനിലൊക്കെ മോസ്റ്റ് പൊട്ടൻ്റ് ആയിട്ടുള്ള റെസ്പിറേഷൻ്റെ സ്റ്റിമുലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ മെറ്റബോളിക് റേറ്റ് കൂടും, മെറ്റബോളിക് എൻഡ് പ്രൊഡക്റ്റ് മെയിനായിട്ട് വരുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽ കൂടുന്നേരം ബോഡി സെൻസിറ്റീവ് ആവും, കൂടുതൽ റെസ്പിറേറ്ററി റേറ്റ് കൂടുതലായിരിക്കും. ഇനി ഈ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റം, തൈറോയ്ഡ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റത്തിൽ ഇൻക്രീസ്ഡ് ആക്ഷനാണ് ഉണ്ടാക്കുന്നത്. അതായത് ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി ആൻഡ് സെക്രീഷൻസ് ഒക്കെ കൂട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹൈപ്പർ തൈറോയിഡിസം പേഷ്യൻ്റാണെങ്കിൽ ഡയറി ആയിരിക്കും, പക്ഷേ ഹൈപ്പോ തൈറോയിഡിസം പേഷ്യൻ്റാണെങ്കിൽ അയാൾക്ക് കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും സിംറ്റം. ഇൻ അഡീഷൻ ടു ഇൻക്രീസ് അപ്പറ്റൈറ്റ് ആൻഡ് ഫുഡ് ഇൻടേക്ക് which has been discussed, thyroid hormone increases both the rate of secretion of digestive juice and motility of the gastrointestinal tract. Hyperthyroidism therefore often result in diarrhea, whereas lack of thyroid hormone can cause constipation. The nervous system ഞാൻ നേരത്തെ പറഞ്ഞതാണ്. Excitatory effect on central nervous system. A person with hyperthyroidism is likely to be extremely nervous and have many psychoneurotic tendencies such as anxiety complexes, extreme worry and paranoia, even delusion. അങ്ങനെ ഒരു സൈക്കാട്രിക് പേഷ്യൻറ്റിനെ പോലെ തന്നെ ഈ ഹൈപ്പർതൈറോയിഡിസത്തിനുള്ള കുറച്ച് കൂടി കഴിഞ്ഞാൽ പേഷ്യൻറ്റ് ബിഹേവ് ചെയ്യാൻ തുടങ്ങും. The effect on functions of muscles. A slight increase in thyroid hormone usually make the muscle react it with vigor. സ്ലൈറ്റ് റിലീസ് ഒരു എക്സസ് ആണെങ്കിൽ നല്ല വിഗറാണ്, അയാൾ നല്ല വിഗറസ് ആയിട്ട് ആക്ട് ചെയ്യും. ബട്ട് വെൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഹോർമോൺ ബിക്കം എക്സസീവ്, ദ മസിൽസ് ഒരു മസിലിനെ കൂടുതലായിട്ട് അതിനെ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അത് എക്സോസ്റ്റഡ് ആയിപ്പോവും, പിന്നെ മൊത്തത്തിൽ ഒരു തളർന്ന അവസ്ഥയായിരിക്കും. ബട്ട് വെൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഹോർമോൺ ബിക്കം എക്സസീവ്, മസിൽസ് ബിക്കം വീക്കൻഡ് ബിക്കോസ് ഓഫ് ദ എക്സസീവ് പ്രോട്ടീൻ കാറ്റബോളിസം. That is, അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് കണ്ടീഷൻ, കൺവേഴ്സ്ലി ലാക്ക് ഓഫ് തൈറോയ്ഡ് ഹോർമോൺ കോസസ് മസിൽസ് ടു ബിക്കം സ്ലഗിഷ് ആൻഡ് ദേ റിലാക്സ് സ്ലോലി ആഫ്റ്റർ കൺട്രാക്ഷൻ. അതുകൊണ്ട് തന്നെ റിലാക്സ് സ്ലോലി ആഫ്റ്റർ കൺട്രാക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ നമ്മൾ ഈ ആംഗിൾ ജെർക്കൊക്കെ പോലത്തെ നമ്മൾ റിഫ്ലക്സസ് നോക്കുമ്പോൾ സ്ലോ ആയിരിക്കും, സ്ലോ റിഫ്ലക്സസ് ആയിരിക്കും. മറ്റേത് ചിലതിൽ ഹൈപ്പർ കാണിക്കുകയാണെങ്കിൽ
അപ്പോൾ ഇയാളിൽ ഹൈപ്പോതൈറോയിഡിസം പേഷ്യൻറ്റിനകത്തുള്ള ഈ റിഫ്ലക്സ് നോക്കുമ്പോൾ എസ്പെഷ്യലി ആംഗിൾ ജെർക്കാണ് പറയുന്നത്, അതിങ്ങനെ സ്ലോ ആയിരിക്കും. അതിനകത്ത് മസിൽ കൺട്രാക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാകുന്ന അത് സ്ലോ ഇങ്ങനെ റിലാക്സ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദേ റിലാക്സ് സ്ലോലി ആഫ്റ്റർ എ കൺട്രാക്ഷൻ. ഇനി മസിൽ ട്രമർ. ഒരു ക്ലിനീഷ്യൻ നമ്മൾ ക്ലിനിക്കൽ ആസ്പെക്റ്റിൽ പറയുമ്പോൾ നമുക്ക് ഹൈപ്പോതൈറോയിഡ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരെണ്ണം ഞാൻ പറഞ്ഞു, അയാളുടെ ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ നമുക്കതിന് പൾസ് റേറ്റ്. പിന്നെന്ത് പറയാം, വേറൊരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ബോഡി മേക്കപ്പ് നോക്കാം, മെലിഞ്ഞിട്ടാണോ അങ്ങനെയൊക്കെ നോക്കാം. പിന്നെ ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ് മസിലിൻ്റെ ട്രമർ. അത് ഇപ്പോൾ നമ്മൾ ഹൈപ്പോതൈറോയിഡ്സുള്ള പേഷ്യൻറ്റിനോട് രണ്ട് കൈയും മുന്നോട്ട് നീട്ടി വെച്ച് ഇങ്ങനെ നിൽക്കാൻ പറയും. അപ്പോൾ അതിൽ നമുക്ക് ആ ട്രമർ കാണും. ട്രമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വിറയ്ക്കുന്ന പോലെ കാണാം. വൺ ഓഫ് ദ മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് സൈൻ ഓഫ് ഹൈപ്പോതൈറോയിഡിസം ഈസ് ഫൈൻ മസിൽ ട്രമർ. ആ ഇമ്പോർട്ടൻ്റ് ആണ്, ഫൈൻ മസിൽ ട്രമറാണ്. 2 ട്രമറുണ്ട്, ഫൈൻ ട്രമേഴ്സ് ആൻഡ് കോഴ്സ് ട്രമേഴ്സ്. കോഴ്സ് ട്രമർ കാണുന്നൊരു കണ്ടീഷൻ നമ്മൾ ഈ പാർക്കിൻസോൺസ് പോലത്തെ കണ്ടീഷനാണ്. ഇവിടെ ഫൈൻ ട്രമേഴ്സാണ്. The tremor can be observed easily by placing a sheet of paper on the extender finger and noting the degree of vibration of the paper. This tremor is believed to be caused by the increased activity of neuronal synapses in the area of spinal cord that control the muscle tone. The tremor is of important means of assessing the degree of thyroid hormone effect on central nervous system. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനുള്ള അത് എഫക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്നൊരു സൈനാണ് ഇവരുടെ മസിലിൻ്റെ ട്രമറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഫൈൻ ട്രമർ. ദെൻ എഫക്റ്റ് ഓൺ സ്ലീപ്പ്. ഹൈപ്പർ തൈറോയിഡ്സ് ഉള്ള ആൾക്കാരിൽ ഇങ്ങനെ നെർവസ് എക്സൈറ്റ്മെൻറ്റും സ്റ്റിമുലേഷൻസൊക്കെ കൂടുതലായിരിക്കും. അയാൾക്ക് എക്സൈറ്റേറ്ററിയാണ്, അപ്പോൾ അയാൾക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല. പക്ഷേ അതിനുവേണ്ടി ഹൈപ്പോ തൈറോയിഡ്സ് ഉള്ള ആളുകളുണ്ടെങ്കിൽ ഇതെല്ലാം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഡേ ടൈമിലൊക്കെ ഇങ്ങനെ ഒരു ഉറക്കം തോന്നി സ്ലീപ്പിനെസ് ആയിരിക്കും അവർക്ക്. Persons with hyperthyroidism often have a feeling of constant tiredness, but because of excitable effect of thyroid hormones on the synapse, it is difficult to sleep. നമ്മുടെ ഒരു മെഡിസിൻ ഉണ്ട് കോഫിയ, എന്ന് വെച്ചാൽ ദ പേഷ്യൻറ്റ് കനോട്ട് സ്ലീപ്പ് ഫ്രം ഓവർ എക്സൈറ്റ്മെൻറ്റ് എന്നാണ് പറഞ്ഞത്. അതുതന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ നെക്സ്റ്റ്, extreme somnolence is a characteristic of hypothyroidism with the sleep sometimes lasting 12 to 14 hours. അയാൾ നെർവസ് എക്സൈറ്റ്മെൻറ്റ്, മറ്റൊരാൾക്ക് എക്സൈറ്റ്മെൻ്റ് ആണ്, ഇയാൾ സ്ലഗ്ഗിഷ് ആയി മാറാം. അപ്പോൾ ഇയാൾ സ്ലീപ്പി ആയിരിക്കും. ഹൈപ്പോ ആയ ആൾ ഭയങ്കര ഈ ഡേ ടൈമിൽ സ്ലീപ്പ് വരുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി കുട്ടികൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, ഉറക്കം തൂങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ വഴക്ക് പറയാതെ അവരുടെ ഈ പ്യൂബർട്ടിയിലൊക്കെ ഉണ്ടാകുന്ന ഹൈപ്പോ തൈറോയിഡ്സ് ആണോ എന്ന് നോക്കണം. കാരണം ബോഡിയുടെ തൈറോയിഡിൻ്റെ നീഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയങ്ങളിൽ അവർ ചിലപ്പോൾ നമുക്ക് ഹൈപ്പോ ആയിട്ട് കാണാം. എഫക്റ്റ് ഓൺ അതർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. അപ്പോൾ ഇത് മൊത്തത്തിലൊരു മെറ്റബോളിക്സിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ ആയതുകൊണ്ട് മറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിലും തൈറോയിഡിന് ആക്ഷൻ ഉണ്ട്. The increased thyroxine secretion increases the rate of glucose metabolism almost everywhere in the body and therefore causes a corresponding need for increased insulin secretion by the pancreas. Insulin secretion കൂടണം. Increase in need for parathyroid hormone. Thyroid hormone also increases the rate at which adrenal glucocorticoids are inactivated by the liver. ഈ ഗ്ലൂക്കോനിയോജെനിസിസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൺ സെക്ഷൽ ഫങ്ഷൻ, മെനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ലി ടു കോസ് ലോസ് ഓഫ് ലിബിഡോ ആൻഡ് എ ഗ്രേറ്റ് എക്സസ് ഓഫ് ദ ഹോർമോൺ ഹവർ സംടൈംസ് കോസ് ഇമ്പോർട്ടൻസി. ചില സെക്ഷൽ ഡിസയർസ്, ഹൈപ്പോതൈറോയിഡിസത്തിലുള്ള ആൾക്കാരിൽ ഈ സെക്ഷൽ ഡിസയർ അത് കുറവായിരിക്കും. പക്ഷേ എക്സ്ട്രീമായിട്ട് തൈറോയിഡിൻ്റെ ഹൈപ്പർ തൈറോയിഡ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇമ്പോർട്ടൻസി ആയിരിക്കും, അതായത് ഫങ്ഷൻ ചെയ്യാത്തൊരവസ്ഥ, ഇമ്പോർട്ടൻസി. വിമനിൽ എടുക്കുവാണെങ്കിൽ നമുക്കൊരു ഹൈപ്പോ തൈറോയിഡ് കേസ് ആകുമ്പോൾ ആ പേഷ്യൻ്റ് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ മെനറേജി ആയിരിക്കും, എക്സസീവ് മെൻസസ് ആയിരിക്കും. പക്ഷേ ഹൈപ്പർ ആവുന്ന കണ്ടീഷനിൽ ആ പേഷ്യൻ്റ് അധികം അമിനോറി ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അതായത് ഹൈപ്പർ ആയിട്ടുള്ള പേഷ്യൻ്റ് അയാൾക്ക് അമിനോറി, അതായത് മെൻസസ് ഇല്ലാത്തതായിരിക്കും. പക്ഷേ ഹൈപ്പോ ആവുന്ന കണ്ടീഷനിനകത്ത് മെനറേജിയ എന്ന് പറയുന്നത്, അതായത് എക്സസീവ് ബ്ലീഡിങ്. In women, lack of thyroid hormone often causes menorrhagia and polymenorrhea, that is excessive and frequent menstrual bleeding respectively. Women with hyperthyroidism, നമ്മൾ വിചാരിക്കും ഹൈപ്പർ അല്ലേ, അപ്പോൾ പിന്നെ എന്തായിരിക്കും അവർക്കാണ് മെനറേജിയ. അതല്ല, അതിൻ്റെ ഓപ്പോസിറ്റാണ്. ഇൻ ഹൈപ്പർതൈറോയിഡിസം ഒലിഗോമെനോറിയ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ്ലി റെഡ്യൂസ്ഡ് ബ്ലീഡിങ് ആൻഡ് ഈസ് കോമൺ ആൻഡ് ഈസ് ഒക്കേഷണലി അമിനോറിയ ഒക്കേഴ്സ്. അപ്പോൾ ഈ ഡിലേഡ് മെൻസസ് ആണ് പെൺകുട്ടികൾ ഡിലേഡ് മെൻസസ്, എന്ന് വെച്ചാൽ മെൻസസ് ഉണ്ടാവാതെ അല്ലെങ്കിൽ ഒന്നായിട്ട് ഫസ്റ്റ് ടൈം മെനാർക്കി കഴിഞ്ഞിട്ട് പിന്നെ മെൻസസ് അപ്പിയർ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാം. കാരണം ഹൈപ്പർ തൈറോയിഡ്സ് ആണെങ്കിൽ അവരുടെ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ തൈറോയിഡ്സ് ആണെങ്കിൽ അമിനോറിയ ആയിരിക്കും. പക്ഷേ ഹൈപ്പോ ആണെങ്കിൽ അവരുടെ സിംറ്റം എന്ന് പറഞ്ഞാൽ മെനറേജി ആയിരിക്കും. താങ്ക് യു.